ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മക്കൾസൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാ പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലോസ് ചെയ്ത് ഒരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാമെന്ന് ഓർത്തപ്പോഴാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിക്കാനായിട്ട് തോന്നിയത്. അപ്പോൾ പിന്നെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഐറ്റംസൊന്നും വലിയ താല്പര്യമില്ല. എന്നാൽ പിന്നെ കുറേ ദിവസമായിട്ട് റീൽസിൽ കൂടെ കണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നിയ ഒരു ഐറ്റം റെഡിയാക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനവർ കച്ച് അങ്ങനെ എന്തോ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പാനിപ്പൂരി വെച്ചിട്ട് അങ്ങ് റെഡിയാക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ പിറ്റേന്നത്തേക്കുള്ള കടല വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനുള്ള പരിപാടിക്കുന്നു. സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കുറച്ച് വാളംപുളി എടുത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് അതിലിട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും പഞ്ചസാരയും ഉപ്പ് പുളിയിലുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. സ്വല്പം മല്ലിയിലയും പിന്നെ ഈത്തപ്പഴമൊക്കെ ഇടുന്നുണ്ട്. ഞാനതൊന്നും ഇട്ടില്ല കേട്ടോ. ഇത്രയും മാത്രം ഇട്ട് നല്ലതുപോലെ മിക്സിയിൽ അങ്ങ് അടിച്ചെടുക്കാം. പിന്നെ പാനിപ്പൂരി പൊരിച്ച് നല്ലതുപോലെ അങ്ങ് പൊടിച്ചിട്ട് ഇതും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിക്കാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ. എത്രയൊക്കെ തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളുടേതായ ഒരു സമയം ഏതെങ്കിലുമൊക്കെ ഒരു നേരത്ത് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണമല്ലേ. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അയ്യോടാ അന്നെനിക്ക് അങ്ങനെയൊക്കെ ആകായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നാളെ സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് നല്ലൊരു റിലാക്സ് ആയിട്ടുള്ള ദിവസം കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളുമില്ല. പിന്നെ ഒത്തിരി നേരത്തെ എഴുന്നേൽക്കുകയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇച്ചിരി നേരം എന്തെങ്കിലുമൊക്കെ കോമഡി പരിപാടികളോ അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാട്ടുകളോ ഒക്കെ കേട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടേതായ ഇഷ്ടങ്ങൾ, അത് റെസിപ്പികളായാലും സിനിമകളായാലും എല്ലാം നമ്മുടേതായ കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അല്ലാത്തപ്പോൾ എപ്പോഴും നമ്മൾ മക്കൾസിൻ്റെ ഇഷ്ടങ്ങൾക്കല്ലേ മുൻതൂക്കം കൊടുക്കണം. ഇതിപ്പോൾ നമുക്കിടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്കിടെ സന്തോഷം, എപ്പോഴും അങ്ങനെയൊക്കെ ഒരു സന്തോഷം ലൈഫിലുണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം എന്നൊക്കെ പറയണേ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒന്നും ഇല്ലാത്തവരുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലുള്ള സന്തോഷങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനൊരാഗ്രഹവും അല്ലെങ്കിൽ ജീവിക്കണം എന്ന് തോന്നുന്നതും. അപ്പോൾ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടേതായ ഒരു ഹാപ്പിനെസ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എന്താ പറയുക, സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും കേട്ടോ. നമുക്ക് മാത്രമല്ല മക്കൾക്കും അതുപോലെ തന്നെയായിരിക്കും. അവരും ഇതുപോലെയൊക്കെ ഇരിക്കാറുണ്ട്. മിക്കപ്പോഴും ഒരു ഫ്രൈഡേ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസം ഇതുപോലെ അവരുടെ ഇഷ്ടത്തിനും നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫിലിം അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കാർട്ടൂൺ നമ്മളും അവരുടെ കൂടെ തന്നെ ഇരുന്ന് അത് കണ്ട് ഇതുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കി അല്ലെങ്കിൽ വാങ്ങിച്ചത് ഒക്കെ കഴിച്ച് നമ്മൾ എൻജോയ് ചെയ്തിരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഞങ്ങൾ സംഭവമൊക്കെ റെഡിയാക്കി വന്ന് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ട് ഒരു ആദ്യ സഞ്ചാരമാണ് കേട്ടോ വെച്ചത്. കുറച്ച് നേരം അതൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ സ്വല്പം എരിവ് കൂടിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പരാതി പറയും കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നിനക്ക് റെസിപ്പി കിട്ടിയതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മൾ മറ്റേ കഥകളൊക്കെ അങ്ങ് വിളമ്പും കേട്ടോ. ഈ ഒരു സമയമായിരിക്കുമല്ലോ നമ്മുടേതായ ഒരു കാര്യങ്ങളും കഥകളും ഒക്കെ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ എപ്പോഴും സംസാരിക്കാനുള്ളൊരു സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ തന്നെ ഒരു 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് കേട്ടോ. ബാക്കി 50% പരസ്പരം മനസ്സിലാക്കിയാൽ തന്നെ തീരും. അപ്പോൾ എന്തെല്ലാം പരിഭവങ്ങളും പരാതികളും ഉണ്ടെങ്കിലും നമുക്ക് ഈ സമയത്ത് ഏറ്റവും വിശ്വാസ്യതയോടെ പറയാൻ പറ്റുന്നതല്ലേ. അതിപ്പോൾ ഗോസിപ്പുകളായാലും കുശുമ്പുകളായാലും കുന്നായ്മകളായാലും എല്ലാം ഈ സമയങ്ങളിലായിരിക്കും കേട്ടോ നമ്മൾ പറയണത്. അങ്ങനെ ഒളിമറകളോ ഒന്നും ഉണ്ടാവാറില്ല. എന്തുണ്ടെങ്കിലും അങ്ങ് പറഞ്ഞേക്കൂട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ഉണ്ടാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ സന്തോഷ നിമിഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.